ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പീരീഡ്സിൻ്റെ പെയിൻ കുറയാനും അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വിളർച്ച മാറാനൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പീരീഡ്സ് ട്രോമയായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, അവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയിടുക. കാരണം ഞാനിവിടെ 2 ബ്ലോക്ക് ശർക്കര ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാരേനേക്കാളും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ശർക്കരയാണ്, കാരണം അതിൽ ഇരുമ്പ് സത്ത് കൂടുതലാണ്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുത്ത എള്ളാണ്. നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ കറുത്ത എള്ള് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോസ്റ്റ് ചെയ്ത എള്ള് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആൽമണ്ട്സ് ആണ് വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ ആൽമണ്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട്സ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അതും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നട്ട്സ് നമ്മുടെ ബോഡിക്ക് വേണ്ട ആവശ്യത്തിലുള്ള പ്രോട്ടീൻസും എല്ലാ കാര്യങ്ങളും തരുന്നതാണ് നട്ട്സ്. അതുകൊണ്ട് നമ്മൾ നട്ട്സ് ഇച്ചിരി കൂടുതൽ യൂസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അതും നമുക്ക് വറുത്തിട്ടൊന്ന് തണിയാൻ വേണ്ടി വെക്കാവേ. ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പലണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ഗ്രാമോളം കപ്പലണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം എള്ളും 50 ഗ്രാമോളം ആണ് ഞാൻ ബദാം യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കപ്പലണ്ടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് കപ്പലണ്ടി. ഇതുപോലെ നല്ല രീതിയിലൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും എള്ളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് വറക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പച്ചനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ഒരു എണ്ണ വരും. അതുകൊണ്ടാണ് നമ്മൾ എള്ളും ബദാമും വറുത്തിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാൻ. കണ്ടില്ല, ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് വേണേൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നട്ട്സ് എല്ലാം വറുത്ത് വെച്ചതായതുകൊണ്ട് തന്നെ കണ്ടില്ലേ, തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല. പൊടി നല്ല ഉതിർന്ന് വീഴുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അത് വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തീരെ എണ്ണയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങയും നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും നമ്മുടെ നട്ട് മിക്സും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് മുഴുവനായി ആഡ് ചെയ്യാതെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു 5 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ശർക്കരയെല്ലാം നമ്മുടെ നട്ട്സ് പൗഡറിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ടാകും. കണ്ടില്ലേ, തീരെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ അതിൽ നിന്നുള്ള ഓയിൽ മാത്രമേ നമ്മുടെ കയ്യിലാവുന്നുള്ളൂ. സോ ആ ഓയിൽ തന്നെ മതി നമുക്ക് ഇത് ഉരുളയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ ഓയിലൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള ഉരുളകളാക്കി നമുക്ക് എടുക്കാം. കണ്ടില്ലേ, നമുക്ക് ബാക്കിയുള്ള മിക്സ് കൂടി ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഒരു ഐഡിയൽ വലുപ്പം എന്ന് പറയുന്നത്. അത്രയുള്ളൊരു ഉരുള എടുക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് അത്രയുള്ള ഉരുളക്ക് താല്പര്യമില്ലെങ്കിൽ ചെറിയ ഉരുളകളാക്കി എടുത്താലും മതി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയ ഉരുളകളാണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ കഴിക്കണം, നമ്മുടെ ഉരുളയുടെ വലുപ്പം അനുസരിച്ചിട്ട്. നട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 12 ബോൾസ് ആട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് 12 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 150 ഗ്രാം കപ്പലണ്ടിയും 50 ഗ്രാം എള്ളും 50 ഗ്രാം ആൽമണ്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പീരീഡ്സ് ടൈമിൽ നല്ല വയറുവേദനയുള്ളവർ, അതുപോലെ തന്നെ ഓവർ ഫ്ലോ ഉള്ളവർ, പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള വിളർച്ച, ഇതെല്ലാം മാറാൻ ഈ നട്ട് ബോൾ റിയലി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. എനിക്ക് പീരീഡ്സ് ടൈമിൽ നല്ല വയറുവേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പീരീഡ്സ് കഴിയുമ്പോൾ നല്ല രീതിയിൽ രക്തക്കുറവും ഉണ്ടാവാറുണ്ട്. ആ ഒരു ടൈമിൽ എൻ്റെ ക്ഷീണമൊക്കെ മാറ്റിത്തരാൻ എൻ്റെ ഉമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തരാറുള്ള ഒരു സംഭവമാണിത്. അത് നിങ്ങൾക്കൂടെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യുന്നത്.
ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ബോൾസ് നമ്മൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. പീരിയഡ്സ് എന്ന് പറയുന്ന സംഭവം ട്രോമയായിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനും അതിൽ പെട്ട ഒരാളാണ്. സോ എനിക്ക് ലിറ്ററലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. പെയിൻ മൊത്തമായിട്ട് മാറ്റുന്നില്ല, പക്ഷെ നമ്മൾ അത്ര പെയിൻ അനുഭവിക്കുന്നവർക്ക് ഒരു ചെറിയ കുറവാണെങ്കിൽ പോലും അതൊരു വല്ലാത്ത ആശ്വാസമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പീരിയഡ്സ് പെയിൻ നല്ല രീതിയിൽ കുറയാനായിട്ട് ഈ ബോൾസ് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ